ആദ്യത്തെ ചോദ്യം, വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ശില്പികൾ. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ശില്പികൾ. ഉത്തരം ഹരിഹരൻ ബുക്കൻ. അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ശില്പികൾ ആരായിരുന്നു? ഹരിഹരൻ ബുക്കൻ. അടുത്ത ചോദ്യം, വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. ഉത്തരം ഹംപി. അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതായിരുന്നു? ഹംപി. ഹംപി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഹംപി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം കർണാടക. അപ്പോൾ ഹംപി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. അടുത്ത ചോദ്യം, വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പ്രശസ്തനായ ഭരണാധികാരി. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രശസ്തനായ ഭരണാധികാരി. ഉത്തരം കൃഷ്ണദേവരായർ. അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പ്രശസ്തനായ ഭരണാധികാരി ആരായിരുന്നു? കൃഷ്ണദേവരായർ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി കാപ്പിക്കുരു കൊണ്ടുവന്നത്. ഇന്ത്യയിൽ ആദ്യമായി കാപ്പിക്കുരു കൊണ്ടുവന്നത്. ഉത്തരം ബാബാ ബുദാൻ എന്ന മുസ്ലിം പുരോഹിതൻ. ഇന്ത്യയിൽ ആദ്യമായി കാപ്പിക്കുരു കൊണ്ടുവന്നത് ബാബാ ബുദാൻ എന്ന മുസ്ലിം പുരോഹിതൻ. അടുത്ത ചോദ്യം, ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം ഡൽഹി. എവിടെയാണ് ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത്? ഡൽഹി. അടുത്ത ചോദ്യം, ചെങ്കോട്ട പണി കഴിപ്പിച്ചത്. ചെങ്കോട്ട പണി കഴിപ്പിച്ചത്. ഉത്തരം ഷാജഹാൻ. ആരാണ് ചെങ്കോട്ട പണി കഴിപ്പിച്ചത്? ഷാജഹാൻ. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പതാക ഉയർത്തുന്ന ചരിത്ര സ്മാരകം. സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പതാക ഉയർത്തുന്ന ചരിത്ര സ്മാരകം. ഉത്തരം ചെങ്കോട്ട. അപ്പോൾ എവിടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്തുന്നത്? ചെങ്കോട്ട. അടുത്ത ചോദ്യം, മടക്കുപർവ്വതങ്ങൾക്ക് ഉദാഹരണം. മടക്കുപർവ്വതങ്ങൾക്ക് ഉദാഹരണം. ഉത്തരം ഹിമാലയം, ആൽപ്സ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി. ഉത്തരം മൗണ്ട് എവറസ്റ്റ്. അടുത്ത ചോദ്യം, ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രത്യേകത. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രത്യേകത. ഉത്തരം ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ധാന്യപ്പുര. അടുത്ത ചോദ്യം, ഹാരപ്പൻ സംസ്കാരം അറിയപ്പെടുന്ന മറ്റൊരു പേര്. സിന്ധു നദീതട സംസ്കാരം. മടക്കുപർവ്വതങ്ങൾക്ക് ഉദാഹരണം ഹിമാലയം, ആൽപ്സ്. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രത്യേകത ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ധാന്യപ്പുര. ഹാരപ്പൻ സംസ്കാരം അറിയപ്പെടുന്ന മറ്റൊരു പേര് സിന്ധു നദീതട സംസ്കാരം. അടുത്ത ചോദ്യം, മാതൃവന്ദനം എന്ന കൃതി ആരുടേതാണ്? മാതൃവന്ദനം എന്ന കൃതി ആരുടേതാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. മാതൃവന്ദനം എന്ന കൃതി ആരുടേതാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. അടുത്ത ചോദ്യം, ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ. ഉത്തരം കാർട്ടോഗ്രഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ കാർട്ടോഗ്രഫി. അടുത്ത ചോദ്യം, ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആൾ. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആൾ. ഉത്തരം കാർട്ടോഗ്രാഫർ. അപ്പോൾ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആൾ കാർട്ടോഗ്രാഫർ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലുതും ആഴമേറിയതുമായ സമുദ്രം. ലോകത്തിലെ ഏറ്റവും വലുതും ആഴമേറിയതുമായ സമുദ്രം. ഉത്തരം പസഫിക് സമുദ്രം. അടുത്ത ചോദ്യം, പസഫിക് സമുദ്രം എന്ന പേരു നൽകിയത്. പസഫിക് സമുദ്രം എന്ന പേരു നൽകിയത്. ഉത്തരം ഫെർഡിനൻഡ് മഗല്ലൻ എന്ന സഞ്ചാരി. അടുത്ത ചോദ്യം, പസഫിക് എന്ന വാക്കിനർത്ഥം. പസഫിക് എന്ന വാക്കിനർത്ഥം. ഉത്തരം ശാന്തം. അടുത്ത ചോദ്യം, ലാൽ കില എന്നറിയപ്പെടുന്നത്. ലാൽ കില എന്നറിയപ്പെടുന്നത്. ഉത്തരം ചെങ്കോട്ട. ലോകത്തിലെ ഏറ്റവും വലുതും ആഴമേറിയതുമായ സമുദ്രം പസഫിക് സമുദ്രം. പസഫിക് സമുദ്രം എന്ന പേര് നൽകിയത് ഫെർഡിനൻഡ് മഗല്ലൻ എന്ന സഞ്ചാരി. പസഫിക് എന്ന വാക്കിനർത്ഥം ശാന്തം. ലാൽ കില എന്നറിയപ്പെട്ടിരുന്നത് ചെങ്കോട്ട. അടുത്ത ചോദ്യം, ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നിങ്ങനെ അറിയപ്പെടുന്നത്. ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നിങ്ങനെ അറിയപ്പെടുന്നത്. ഉത്തരം ഹിമാദ്രി. അടുത്ത ചോദ്യം, ലോകത്തിലെ ഉയരം കൂടിയ കൊടുമുടികൾ കാണപ്പെടുന്നത്. ലോകത്തിലെ ഉയരം കൂടിയ കൊടുമുടികൾ കാണപ്പെടുന്നത്. ഉത്തരം ഹിമാദ്രിയിൽ. ഹിമാദ്രിയിലാണ് ലോകത്തിലെ ഉയരം കൂടിയ കൊടുമുടികൾ കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി. ഉത്തരം സിയാച്ചിൻ.
സിയാച്ചിനാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഉത്തരം ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. അടുത്ത ചോദ്യം, ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ജനിച്ച വർഷം. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ജനിച്ച വർഷം. ഉത്തരം 1925 ആഗസ്റ്റ് 7. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ജനിച്ച വർഷം 1925 ആഗസ്റ്റ് 7. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ആദ്യ ഡയറക്ടർ. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ആദ്യ ഡയറക്ടർ ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ആദ്യ ഡയറക്ടർ ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. അടുത്ത ചോദ്യം, റബ്ബർ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. റബ്ബർ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം കേരളം. റബ്ബർ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്. ഉത്തരം വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ്? വിക്രം സാരാഭായ്. അടുത്ത ചോദ്യം, ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത് J.L. മക് ആദം. ആരാണ് ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്? J.L. മക് ആദം. അടുത്ത ചോദ്യം, മഹാശിലാ കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിനായി ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികൾ. ഉത്തരം നന്നങ്ങാടികൾ. മഹാശിലാ കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിനായി ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികൾ. ഉത്തരം നന്നങ്ങാടികൾ. അടുത്ത ചോദ്യം, കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. ഉത്തരം 1956. എന്നാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത്? 1956. അടുത്ത ചോദ്യം, എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിനു മുൻപുള്ള കാലഘട്ടം. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുൻപുള്ള കാലഘട്ടം. ഉത്തരം ചരിത്രാതീത കാലം. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുൻപുള്ള കാലഘട്ടം അറിയപ്പെട്ടിരുന്നത് ചരിത്രാതീത കാലം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ SCERT പാഠഭാഗങ്ങളിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ പോയിൻറ്റ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം.